ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചെന്ന ആരോപണം SIT അന്വേഷിക്കും. ശംഖുമുഖം ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക. നീക്കം കോടതി ഉത്തരവിന് പിന്നാലെയാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത്. ഷഫീദ്, നേരത്തെ ഫർസീൻ മജീദൊക്കെ നൽകിയ പരാതിയാണ്, തെളിവില്ലെന്ന് പറഞ്ഞു. നേരത്തെ സർക്കാരിലെ പോലീസ് തള്ളിയതാണ്. ഇപ്പോൾ കോടതി ഇടപെടലിൽ ഒരു അന്വേഷണം ഉണ്ടാകുന്നു, SIT ഉണ്ടാകുന്ന വിവരങ്ങൾ. സുഹൈലെ, കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം അത് ഉണ്ടാകുന്നത്. ഈ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ കേസ് അന്വേഷിച്ചുകൊണ്ടുള്ള പോലീസിന്റെ റിപ്പോർട്ട് തള്ളുകയായിരുന്നു. അതായത് EP ജയരാജനെതിരെ കേസെടുക്കാൻ കഴിയില്ല, മതിയായ തെളിവുകളില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു വലിയതുറ പോലീസിന്റെ റിപ്പോർട്ട് കോടതിക്ക് മുൻപിലേക്ക് എത്തിയത്. എന്നാൽ കോടതി ഇക്കാര്യത്തിൽ ഫർസീൻ മജീദ് മറ്റൊരു അപേക്ഷയുമായി കോടതിയെ സമീപിച്ചതോടുകൂടി CCTV ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഇന്നലെയാണ് തുടരന്വേഷണത്തെ നിർദ്ദേശിച്ച് കോടതി തീരുമാനമെടുത്തത്. ഇതിന് പിന്നാലെ ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചിരിക്കുന്നു ആഭ്യന്തര വകുപ്പ്. ശംഖുമുഖം ACPയുടെ നേതൃത്വ പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ഫർസീൻ മജീദ് അടക്കമുള്ള രണ്ടുപേർ ഇവർ പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധം നടത്തിയ തങ്ങളെ ആക്രമിക്കാൻ EP ജയരാജൻ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസുകാരുടെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നേരത്തെ കേസെടുത്തത്. അന്വേഷണം കാര്യക്ഷമമല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അത് ഫർസീൻ മജീദ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പിന്നാലെ തുടരന്വേഷണത്തെ തീരുമാനം വരുന്നു. ഇപ്പോൾ ഒരു പുതിയ പ്രത്യേക സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നുള്ളത് രാഷ്ട്രീയമായി CPM-നെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. ഇക്കാര്യത്തിൽ EP ജയരാജന്റെ മൊഴി രേഖപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങൾ നിർണായകമായി മാറും. എന്തായാലും കോടതി ഇടപെടലിന് പിന്നാലെയാണ് ഇപ്പോൾ SIT അന്വേഷണം തുടങ്ങുന്നത്. നേരത്തെ തെളിവില്ലെന്ന് പറഞ്ഞ് പോലീസ് തള്ളിയ കേസാണ്. കോടതിയിലെത്തിയപ്പോൾ വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.